ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പം ആസ് യൂഷ്വൽ എന്താ പറയുക, ഹാപ്പിനെസ്സിന് നമുക്ക് ദൈവമായിട്ട് തന്ന അനുഗ്രഹങ്ങളെല്ലാം തന്നെയാണ് കാരണം. അമ്മൂമ്മ ഈസ് റിക്കവറിങ്. അമ്മൂമ്മ നല്ല സുഖം പ്രാപിച്ചു വരുന്നു. പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതും ഇന്ന് കണ്ടതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു. അമ്മൂമ്മയുടെ ഇൻഫെക്ഷൻ ഏകദേശം 210 എത്തിയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അത് കുറഞ്ഞ് വീണ്ടും 40-ന് താഴെയായി. സോ ഐഡിയലി അത് താഴോട്ടാണ് പോകുന്നത്. പിന്നെ ദേഹത്തുണ്ടായിരുന്ന നീര് അതെല്ലാം വലിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഒന്ന് മെഡിസിൻ തന്നെയാണ് എപ്പോഴും. പക്ഷെ അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്നത് നമ്മളെപ്പോലും അറിയത്തില്ലാത്ത ഒരുപാട് വ്യക്തികളുടെ പ്രാർത്ഥനയാണ്. അതിനാണ് ആദ്യത്തെ നന്ദി. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് എഗെയിൻ വളരെയധികം നന്ദി. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, പിള്ളേരോണ ആശംസകൾ. പിള്ളേരായിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഓർത്ത് വെക്കുന്ന ഒരാളായിരുന്നു അമ്മൂമ്മ. ഇന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, അത് എൻ്റെ അമ്മയും മറന്നുപോയി. ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു. അതായത് നമ്മളിതൊന്നും പ്രതീക്ഷിക്കാതെ ഒരു വഴിപാടുണ്ടായിരുന്നു, ഒരു പാൽപ്പായസം. അപ്പോൾ അത് കഴിപ്പിക്കാൻ ചെന്നപ്പോഴാണ് ഇന്ന് പിള്ളേരോണാണെന്ന് അറിഞ്ഞത്. പക്ഷേ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വയസ്സാകുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ മേലാതാവുമ്പോഴും അല്ല അവരില്ലാതെ വരുമ്പോഴും നമ്മൾ ശരിക്കും അറിയുന്ന ഒരു കാര്യം. ഇതൊന്നും ആരും ഓർമ്മിപ്പിക്കാതെ ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ നോട്ട്സ് ഇതൊന്നും ഇല്ലാതെ നമ്മളുടെ അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മൂമ്മ. ഈ ഒരു ദിവസം ഇപ്പോൾ അമ്മൂമ്മയ്ക്കാവുന്ന സമയത്തായിരുന്നെങ്കിൽ കൊച്ചിലെയൊക്കെ ആണെങ്കിൽ അമ്മൂമ്മ അറ്റ്ലീസ്റ്റ് ഒരു പരിപ്പ് കറിയെങ്കിലും വെക്കുമായിരുന്നു. പിന്നെ വീട്ടിലെ പിള്ളേരൊക്കെ മാക്സിമം ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഏറ്റവും ഇളയാളായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു ഓർമ്മയിൽ അമ്മൂമ്മ അങ്ങനെ ഇതെല്ലാം ചെയ്യുമായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അമ്മൂമ്മയോട് അത് പോയി പറയുകയും ചെയ്തു, ഇന്ന് പിള്ളേരോണാണെന്ന്. അപ്പോൾ അമ്മൂമ്മ ഒട്ടും വയ്യാതെ എന്നോട് പറഞ്ഞു, ഇച്ചിരി പരിപ്പ് കറി വെച്ചിട്ട് മോന് കൊടുക്കണം, അല്ലെങ്കിൽ നീയും കഴിക്കണം. പരിപ്പ് കറി മാത്രം മതി, അതും പപ്പടവും കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കേട്ടപ്പോൾ. എന്തായാലും അമ്മൂമ്മ റിക്കവറിങ് സ്റ്റേറ്റിലാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്യാം, നിങ്ങൾ കണ്ടോണം. ആ ഒരു ഫേസ് എത്രമാത്രം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്ന്. അതായത് ഒരു 3 ഡേയ്സ് മുമ്പ്, 3 ഡേയ്സ് അല്ല 2 ഡേയ്സ് മുമ്പാണെന്ന് തോന്നുന്നു, ഞാൻ പോയപ്പോൾ എടുത്ത ഒരു ചെറിയൊരു ക്ലിപ്പാണ്. നിങ്ങളത് കണ്ടു നോക്കോളൂ. അമ്മൂമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഞാൻ പറഞ്ഞോളാം സുഖമായിട്ടിരിക്കുന്നു എന്ന്. തീരെ വയ്യ. ഇപ്പം പനി കുറഞ്ഞു വന്നു, ഇൻഫെക്ഷൻ കുറഞ്ഞു. പക്ഷെ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേണ്ട, പാടുമൊന്നും വേണ്ട. അമ്മൂമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഉറങ്ങിക്കോ. ഇപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. നമ്മുടെ നരസിംഹമൂർത്തിയുടെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. മറന്നു പോവല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് എന്താ പറയുക, ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ആദ്യത്തെ വീഡിയോ ചെയ്തത്. ഇന്ന് ഞാൻ പോയപ്പോൾ ഉള്ള 2ാമത്തെ വീഡിയോ, അതും നിങ്ങൾ ഇപ്പോൾ കാണണം. അമ്മൂമ്മേ, ഇന്ന് പിള്ളേരോണാ. ഇച്ചിരി അവിയൽ വെച്ച് തരാവോ? പറഞ്ഞു തരാം. എന്നാ പറഞ്ഞതായോ? ആ, കീറിയിട്ട് അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ഉണ്ടാക്കിക്കോളാം. ആ, പായസം കഴിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് കൊണ്ട് തരട്ടെ? പാൽപ്പായസം, അമ്പലത്തിൽ കഴിപ്പിച്ച പാൽപ്പായസം ഉണ്ട്, കൊണ്ടുവരട്ടെ? 2-3 വാ തരട്ടെ? എന്നാ എടുത്തോണ്ട് വരാം. വേണ്ടേ? ആ, കൊള്ളാവോ? സൂപ്പർ. ഇച്ചിരിയും കൂടെ തരട്ടെ? എന്നാ, ആ, വഴിപാടാ, മതിയോ? ഇന്ന് ഞാൻ പോയപ്പോൾ ഞാൻ അമ്മൂമ്മയുടെ അടുത്ത്, അമ്മൂമ്മയുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്നത് അമ്മൂമ്മയ്ക്ക് ഏറ്റവും കിട്ടിയിരിക്കുന്ന ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം അമ്മൂമ്മയുടെ മകളുടെ മക്കളായാലും എല്ലാവരും, മകൻ്റെ മക്കളും മകളുടെ മക്കളും എല്ലാവരും ഒരു ദിവസം പോലും വിടാതെ എൻ്റെ ചിറ്റയുടെ മക്കൾ ഇവിടെ വരാറുണ്ട് അമ്മൂമ്മയെ കാണാൻ. അതായത് എൻ്റെ അച്ഛൻ്റെ ഇളയ പെങ്ങളുടെ മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മൂത്ത പെങ്ങളുടെ മക്കൾ വരും. പക്ഷെ അതിലും ഇവരെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ചിന്തിക്കാറുണ്ട്, അവരിവിടെ അല്ല താമസിക്കുന്നത്, നീണ്ടൂരാണ്.
അപ്പോൾ അവിടുന്ന് അവളുടെ കുട്ടിക്ക് വയ്യാതിരിക്കുകയാണ്, ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കാലിനൊരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എല്ലാം നടന്ന് ആ കുട്ടി കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതും എന്തായാലും റിക്കവറായി, ദൈവാധീനം. പിന്നെ അവളും അവളുടെ ചേട്ടനും രണ്ടുപേരും അവർ എല്ലാ ദിവസവും 1-2 ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന് അമ്മൂമ്മയെ കാണും. അമ്മൂമ്മയെ എല്ലാവരും ഒന്ന് ബർത്ത്ഡേയുടെ മുമ്പായിട്ട് ഇങ്ങനെ അത്രയും വയ്യാതെ കണ്ടതിന് ശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കൊച്ചുമക്കളും എപ്പോഴും വിസിറ്റ് ചെയ്യുന്നു. ഇതിൽ കൂടുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഏജുള്ള ഒരാൾക്ക് റിക്കവർ ആകാൻ മെഡിസിനിലും കൂടുതൽ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ആ വരുന്ന ആൾക്കാരെ കാണുന്നു, അത് സ്വന്തം കൊച്ചുമക്കളാവുമ്പോൾ അത് കൂടെ അടുത്തിരിക്കുന്നു, കൈ പിടിക്കുന്നു. അതൊക്കെയാണ് ശരിക്കും ഏറ്റവും വലിയൊരു റിക്കവറി ആയിട്ട് അമ്മൂമ്മയ്ക്ക് കൂടെ ഉള്ളത്. പിന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ചുറ്റുമുള്ളത്. സോ ഇന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാകാൻ കാരണം ഞാൻ സംസാരിപ്പിക്കാൻ അമ്മൂമ്മയുടെ അടുത്ത് ശ്രമിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഹാപ്പിനെസ്സിന് വേണ്ടി പറയണമല്ലോ. അപ്പോൾ അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മൂമ്മ എണീറ്റ് വാ, എനിക്ക് അവിയൽ വെച്ചതാ. എനിക്ക് അവിയലാണ് അമ്മൂമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം. എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം അമ്മൂമ്മ ഉണ്ടാക്കുന്ന അവിയലാണ്. വളരെ ഫേമസുമാണ് ഈ നാട്ടിൽ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അമ്മുക്കുട്ടിയമ്മയുടെ അവിയലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ആൾക്കാരും അമ്മൂമ്മയുടെ കാലത്തൊക്കെ അത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനെ എല്ലാവരും പ്രശംസിക്കുന്ന ഒരു ഡിഷാണ് അമ്മൂമ്മ ഉണ്ടാക്കുന്നത്. അതെന്താണെന്നറിയില്ല, എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും ഓൾമോസ്റ്റ് നന്നായിട്ട് വെക്കും. പക്ഷെ അമ്മൂമ്മ അത് ഉണ്ടാക്കിയതാണോ ഇല്ലയോ എന്ന് ഒരു ഓണസദ്യ ഉണ്ണുമ്പം അറിയാം. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ അവിയലെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അമ്മൂമ്മയുടെ മാത്രം ഒരു മാസ്റ്റർ പീസ് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ആർക്കും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് അമ്മൂമ്മയോട് ചോദിച്ചു, എനിക്ക് അമ്മൂമ്മ അവിയൽ വെച്ച് തരാമോ, എണീറ്റ് വാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ഒരു മെൻ്റലി അതൊരു പവറാണ് എണീക്കാൻ. അമ്മൂമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാവർക്കും കൊടുക്കാനുമാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. പ്രത്യേകിച്ച് ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും വിളിച്ച് പറയും, അവൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം, അവൾ എന്നോട് വന്ന് ചോദിച്ചു എന്ന് പറയും. നിങ്ങൾ പലപ്പോഴും പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നെ അവിടെ നിന്ന് ചോറിനാണ് നിർബന്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, അമ്മൂമ്മയുടെ അവിയലുണ്ടെങ്കിൽ ഞാൻ ചോറിനാം എന്ന് പറയും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഞാൻ പറയാമെന്ന് ഞാൻ ഉണ്ടാക്കാം, അമ്മൂമ്മ പറയാൻ പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ ആ സൗണ്ട് ഇല്ലാതെ റിക്കവറായി വരുന്നുള്ളൂ. സൗണ്ട് നേരത്തെ തീരെ ഇല്ലായിരുന്നു, ഇപ്പോൾ കുറച്ച് സൗണ്ട് വരുന്നുണ്ട്. ആ ത്രോട്ട് ഇൻഫെക്ഷനും ചെസ്റ്റ് ഇൻഫെക്ഷനും കുറയുമ്പോൾ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കത് പറഞ്ഞു തരാൻ, കഷ്ണങ്ങളെല്ലാം അരിയണം, അങ്ങനെ പറഞ്ഞു തരാൻ, അത് എന്താ പറയുക, ദിസ് ഈസ് വാട്ട് അബൌട്ട് ലൈക്ക് എന്താ പറയുക, നമ്മൾ ഈ ഏജ് ആവുമ്പം ആൾക്കാർ, ഞാൻ ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും പറയണമെന്ന് ആഗ്രഹിച്ചതിലൊരു കാര്യം ഇതാണ്. ഏജ് ആവുമ്പോൾ എല്ലാവരും പല സ്ഥലത്തും പല പ്രശ്നങ്ങൾ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കൂടെ നോക്കുന്നവർ മോശപ്പെട്ടവരാകാം, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നോക്കുന്നവരെ മാത്രമായിരിക്കും മോശപ്പെട്ട ആൾക്കാർ. ഒരു പ്രശ്നം നമ്മൾ ന്യൂസിൽ കാണുമ്പം പോലും അമ്മായിയമ്മ മരുമോള് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വയസ്സായവരെ തല്ലി അടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, വയസ്സായവരും എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ കാര്യം. ബാക്കിയുള്ളവർ അവരുമായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പോലെയെങ്കിലും വയസ്സായവർ ബിഹേവ് ചെയ്യണം. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിനോട് എത്ര പേര് യോജിക്കുന്നു എന്ന് എനിക്കറിയണം. കാരണം വയസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലും ബോധം ഉണ്ടാവേണ്ടത്. കാരണം ചിലർ വയസ്സാകുമ്പോൾ കുട്ടികളെ പോലെ ആവുമെന്ന് പറഞ്ഞു. ഇവിടെ അമ്മൂമ്മയ്ക്കും ദേഷ്യങ്ങളുണ്ട്, ശാഠ്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരാളെയും മോശമായിട്ട് പറയുക, അവിടെ കിടന്നുകൊണ്ട് ഒരാളെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, അവിടെ നോക്കുന്നവരെ കുറ്റം പറയുക, അവർ നോക്കിയത് കുറഞ്ഞു പോയി എന്ന്. അവരവരുടെ പരിമിതികളിൽ നോക്കുന്ന എത്രയോ പേരുണ്ട് ഈ വയസ്സായവർ. പക്ഷെ അവരെല്ലാവരും ആരെങ്കിലും വരുമ്പോൾ നോക്കുന്നവരെ കുറ്റം പറയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാരാന്ന് മനസ്സിലായോ? അപ്പോൾ അതൊക്കെയാണ് വയസ്സായവരിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റി. ആരെങ്കിലും വരുമ്പോൾ ഒരിക്കൽ പോലും എന്നെ നോക്കുന്നവർ മോശത്തോടെ നോക്കുന്നു, അല്ലെങ്കിൽ എന്നെ നോക്കുന്നില്ല, അങ്ങനെയൊന്നും ഒരിക്കലും പറയുന്ന ഒരു വ്യക്തിയല്ല. ചിലർ ചുമ്മാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് നോക്കുന്ന വീടുകളിൽ എന്തെങ്കിലും ഒരു 2 മിനിറ്റ് താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ നോക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ ഫുൾ അറ്റൻഷൻ ഉണ്ട്,
എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നത് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസും അങ്ങനെ ആയതുകൊണ്ടാണ്. ഏത് കൊച്ചുമക്കളായിക്കോട്ടെ, ഈ വീട്ടിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, കുറച്ച് ഇത്രയും വലുതായപ്പോഴാണ് എനിക്കത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത്. ഇവിടെ എല്ലാ കൊച്ചുമക്കളും ആ ഒരു വ്യക്തിയോട്, അമ്മൂമ്മ എന്ന് പറയുന്ന വ്യക്തിയോട് വളരെ ബഹുമാനവും റെസ്പെക്റ്റും ഉള്ള ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ എല്ലാ കൊച്ചുമക്കളെയും ഞാൻ പറയുന്നത്. കാരണം ഞങ്ങളെല്ലാവരും ആ ഒരാളോട് മാത്രം ഒരു സോഫ്റ്റ് കോർണർ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ തമ്മിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ കാര്യം വരുമ്പോൾ എല്ലാ കൊച്ചുമക്കളും പെട്ടെന്ന്, അതായത് ഇപ്പോൾ അമ്മൂമ്മയെ കാണാൻ വരണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ തന്നെ ആയാലും പുറത്തുനിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഇത് കാണാൻ വരുന്ന അമ്മൂമ്മയെ കാണാൻ വരട്ടെ. അമ്മൂമ്മയെ കാണാൻ വന്നു, അമ്മൂമ്മയോട് കുറച്ച് പേര് സംസാരിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മറ്റെങ്ങോട്ടും പോകുന്നത്. അതുപോലെ തന്നെ വെക്കേഷന് വരുന്ന എല്ലാവരും, എൻ്റെ കസിൻസൊക്കെ ദൂരെ ജോലി ചെയ്യുന്നവരും ഒക്കെ നാട്ടിൽ വരുമ്പോൾ ആദ്യം വരുന്നത് അമ്മൂമ്മയെ കാണാനാണ്. അത് ഇവർ മാത്രമല്ല, അമ്മൂമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ആൾക്കാർ വരെ ഈ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അമ്മൂമ്മയെ കാണാനാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നത് അമ്മൂമ്മയ്ക്ക് കിട്ടിയ ലൈഫിലെ ജീവിച്ചിരിക്കുന്നത് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും അമ്മൂമ്മയുടെ കാര്യങ്ങൾക്ക് കുറച്ച് എന്താ പറയുക കൺസേൺ ആയിട്ട് ഞാൻ എഗെയിൻ എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഇന്നലെയും ഇന്നും എന്തായാലും നോക്കട്ടെ എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. നമുക്കൊരാൾ റിക്കവർ ആകാതെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മൂമ്മ വാസ് ഓൾമോസ്റ്റ് റിക്കവേർഡാണ്. ഇനി അമ്മൂമ്മയായിട്ടൊരു വീഡിയോയിൽ വന്ന് അത് നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ എന്തായാലും 2-3 ദിവസത്തേക്ക് പറ്റില്ല. പറഞ്ഞതുപോലെ എനിക്കും നല്ല തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉള്ള സമയത്ത് പോയിട്ടാണ് ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിന് എനിക്കും കുറേ ബാക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അതായത് ചീത്ത മോശ വാക്കുകളും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. വയസ്സായവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മൂമ്മയുടെ വീഡിയോ ഇടുന്നത്, എനിക്ക് എല്ലാവരും കുറേ പേര് എന്നോട് ചോദിച്ചു 103 വയസ്സ് 105 വയസ്സ് ആ ഒരു അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾക്ക് ഇട്ടുകൂടായിരുന്നു എന്ന്. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ യൂട്യൂബ് അല്ല ഇത്. ഇതെൻ്റെ ഹസ്ബൻഡ് നാട്ടിലായിരുന്നപ്പോൾ ഒരു തമാശയ്ക്ക്, പുള്ളി ഒട്ടും ക്യാമറ മുന്നിൽ വരുന്ന ആളല്ല, ഇത് വേറെ എന്തോ ഒരു റിയാക്ഷൻ വേണ്ടിയിട്ട് എന്തോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണിത്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു 8,000-9,000 സബ്സ്ക്രൈബേഴ്സ് അന്നുകൊണ്ട് ഇപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഇതിൽ കൂടെ ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലായിരുന്നു അമ്മൂമ്മയുടെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യൂട്യൂബിലാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും പിന്നെ ഒരുപാട് പേര് എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് ആ ഒരു ID വാങ്ങിച്ചിട്ട് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു ഡിസംബറിൽ കുറച്ച് വീഡിയോസ് ഇട്ടു. പിന്നെ അമ്മൂമ്മയുടെ വീഡിയോസ് കൂടുതൽ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയാം എൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന വ്യക്തികളെല്ലാം അമ്മൂമ്മയുടെ വീഡിയോസ് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിവതും ശ്രമിക്കാം, എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, ഞാൻ വയസ്സായ ഒരാളെയും ഇതിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. വയസ്സായ ആൾക്കാർക്ക് ഫുഡ്, മെഡിസിൻ അതിലും കൂടുതൽ ആവശ്യം, വീണ്ടും ഞാൻ പറയുന്നു, ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു എന്താ പറയുക സമീപനമാണ്. ഞാനിവിടെ അല്ല പഠിച്ചത്. എനിക്ക് പഠിച്ച സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ അമ്മൂമ്മയുടെ കൂടെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം. പിന്നെ അമ്മൂമ്മ വലിച്ചൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ പോയി. അതിനു മുമ്പും അതിന് ശേഷവും എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് ഞാൻ നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് എനിക്ക് കൂടുതലും ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ. എനിക്ക് അത്ര കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കാനും പറയാനും ഉള്ള വ്യക്തികളല്ല. അല്ലെ ഞാനൊരു ട്രാവലറോ, ഞാൻ പുറം രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓർത്തതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യവും ഇങ്ങനെ പബ്ലിക്കലി കൊണ്ടുവന്ന് കാണിക്കുന്നതിന് ഒട്ടും ഇഷ്ടമുള്ള ആളല്ല. ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഇനി അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള നേരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനൊരു വർക്കിംഗ് വുമനാണ്. എനിക്ക് എൻ്റെ ഫാമിലി കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയ്ക്ക് ഇതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാനും ഇതിനൊന്നും എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ പറ്റുമെന്ന്. എനിവേ, പിന്നെ അമ്മൂമ്മ ഇത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കിട്ടുന്ന ഒരു അപ്രീഷിയേഷൻ ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇങ്ങനെ പാടിയത് കേട്ടിട്ടാണോ നിങ്ങൾ വന്നതെന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അമ്മൂമ്മ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടും പിന്നെ ഞങ്ങൾ എപ്പോഴും അമ്മൂമ്മയ്ക്ക് മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടുമാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയതും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഓർത്ത് ഡ്രോപ്പ് ചെയ്യണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതൊരു വളരെ ഹാപ്പിനെസ്സിൻ്റെ ഫാക്ടറാണ്. എനിക്ക് അതിൽ കൂടെ ഏറ്റവും കൂടുതൽ
കണക്റ്റ് ആവാൻ പറ്റിയത് കൂടുതലും ഞാൻ പറയാം, ഇപ്പോഴും ഞാൻ പബ്ലിക്കലി പറയാം, കുറേ ആൻറ്റിമാർ, ഞാൻ 1-2 പേരുടെ പേരെടുത്ത് പറയാൻ എനിക്ക് പറ്റില്ല, ഒരുപാട് പേരുടെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അവർ എനിക്ക് മുടങ്ങാതെ മെസ്സേജ് അയക്കുന്നത്, എവിടെയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയാലും അവിടെ പോയാലും എന്നെ ഇവിടെ കാണാൻ വരുമ്പം പോലും അമ്മൂമ്മയ്ക്ക് ഈക്വലായിട്ട് എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നത്. എനിക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആരോട് സംസാരിക്കുന്ന പോലെയും വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത്രയും കണക്റ്റഡായി അവരുമായിട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ആൻറ്റിമാരാണ്. അമ്മൂമ്മയുടെ വീഡിയോസ് കാണുന്ന മെജോറിറ്റിയിൽ എനിക്ക് മെസ്സേജിൽ വന്ന് ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ എടുത്ത് പറയേണ്ട ആൾക്കാർ അവരാണ്. ഒരു എന്താ പറയുക, ഒരു ഫാമിലി ലൈഫൊക്കെ കൊണ്ടുപോകുന്ന ആൻറ്റിമാരൊക്കെ ഒരുപാട് എനിക്ക് അവരുടെ മകളുടെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ പല പല കാര്യങ്ങളും എന്താ പറയുക, ഇതൊക്കെ ഇതുമായിട്ട് എനിക്ക് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു കണ്ടിന്യൂ ദിസ്. ആൻഡ് ഇവിടെ ഞാൻ എത്ര കാലം ഉണ്ടോ അത്രയും കാലം ഞാൻ കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആസ് ഇഫ് നൗ ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മൂമ്മയ്ക്ക് ഹെൽത്ത് തിരിച്ചു വന്ന് ഈ ഓണം ഞങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഞാൻ അമ്മൂമ്മയായിട്ട് തീർച്ചയായിട്ടും വീഡിയോയിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഇത് എനിക്ക് തരാനുള്ള ഫൈനൽ അപ്ഡേറ്റുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും ഒരു നല്ല മന്ത് ഓഗസ്റ്റ് ആവട്ടെ. ഓണം മന്താണ്. ഞങ്ങളെ സംബന്ധിച്ച് ജൂലൈ അത്ര നല്ല മന്തൊന്നും അല്ലായിരുന്നു എല്ലാ കാര്യം കൊണ്ടും. സോ ഐ വിഷ് ഓഗസ്റ്റ് ഒരു നല്ല മാസവും നല്ലൊരു ഓണവും എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അമ്മൂമ്മയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.